ഈ ചെറ്റക്കണ്ടിയിലെ സ്ഫോടനത്തിൽ CPM അന്ന് തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊരു സ്ഫോടനം എന്നുള്ളതിലുപരിയായിട്ട് അത് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം എന്നുള്ളത് ഒരു RSS നെറേറ്റീവാണ്. RSS നെറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ UDF സർക്കാർ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇതിപ്പോൾ ഈ നിലയിൽ വാർത്തയാകാനും ഈ നിലയിലുള്ള രാഷ്ട്രീയ പ്രതികരണം വരാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകര ഉണ്ടായിട്ടുള്ള ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു. അത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും തെരഞ്ഞെടുപ്പിൽ അത് വലിയ അജണ്ടയായി മാറുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് പിൽക്കാലത്ത് CPM ഒരു രക്തസാക്ഷി വിഷയമാക്കി ഉയർത്തും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിഷയം ഈ നിലയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടത് 2015 ജൂൺ 6-ാം തീയതിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനം ഉണ്ടാകുന്നതിന് 2 മാസം മുമ്പ് CPM പ്രവർത്തകനായ വിനോദ് അവിടെ ബോംബേറിൽ RSSകാരാൽ കൊല്ലപ്പെടുകയാണ്. പിന്നീട് അതേ BJP തന്നെ BJP വിട്ട് CPMൽ ചേർന്ന പ്രമുഖനായിട്ടുള്ള സംഘപരിവാർ നേതാവ് OK വാസുവിനെ 5 തവണ ബോംബെറിയുകയുണ്ടായി. വിജേഷ് എന്ന CPM പ്രവർത്തകന് നേരെ ബോംബേറുണ്ടായി, അയാളുടെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞു. അങ്ങനെ നിരവധിയായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നു. മാത്രമല്ല, ഈ സെൻട്രൽ പൊയിലൂർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് RSSൻ്റെ ബോംബ് നിർമ്മാണ ഫാക്ടറിയാണ്. ആ നിലയിൽ വലിയ നിലയിൽ സംഘർഷം നടക്കുന്ന ഇടങ്ങളിൽ ഈ OK വാസുവിനെതിരായിട്ടുള്ള ബോംബേറിനെ തുടർന്ന് പോലീസ് ബന്ദോബസ്ത് ഉള്ള സമയത്താണ് ഈ നിലയിൽ സ്ഫോടനമുണ്ടാകുന്നത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇവർ രക്തസാക്ഷി അല്ല എന്ന് ഒരു ഘട്ടത്തിലും CPM പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2 CPM അനുഭാവികളെന്നാണ് അന്നത്തെ ദേശാഭിമാനി വാർത്ത. CPM ആഹ്വാനപ്രകാരം തൃപ്പങ്ങോട്ടൂർ അര ദിവസം ഹർത്താൽ ആചരിച്ചിരുന്നു. ഷൈജു സുബീഷിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി എന്നാണ് തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്ത. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങുന്നത് അന്നത്തെ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ P ജയരാജൻ, സംസ്ഥാന സമിതിയായ MV ജയരാജൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള TV രാജേഷ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത്. പിന്നെ പാർട്ടി ബഹുജന സംഘടനകൾക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചു. പാർട്ടി പാനൂർ ഏരിയ കമ്മിറ്റിയിൽ പൊതുദർശനം നടത്തി. സംസ്കാരത്തിന് ശേഷം അനുശോചന സമ്മേളനം നടത്തി. അപ്പോൾ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും പക്ഷേ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ബൈറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തള്ളിപ്പറഞ്ഞത് മാധ്യമങ്ങളും സംഘപരിവാറും ഉണ്ടാക്കിയിട്ടുള്ള നെറേറ്റീവിനെയാണ്. അത് ഒരു ബോംബ് നിർമ്മാണത്തിനിടെ, ഒരു CPMൻ്റെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനമാണ് എന്നുള്ളതിനെ മാത്രമാണ് തള്ളി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 2015 ഉണ്ടായിട്ടുള്ള അക്രമ പരമ്പരകളുടെ സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പറയുന്ന സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ചെറ്റക്കണ്ടി ആയിക്കൊള്ളട്ടെ, പാനൂർ ആയിക്കൊള്ളട്ടെ, സെൻട്രൽ പൊയിലൂർ ആയിക്കൊള്ളട്ടെ, നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് ഈ ഒരു മേഖലയൊന്നും നമ്മളങ്ങനെ ഒരു CPM RSS സാധാരണ രാഷ്ട്രീയ സംഘർഷം മേഖല എന്ന് കണക്കാക്കി വെറുതെ വിടരുത്. അതിനപ്പുറത്തേക്ക് 1940കളുടെ തുടക്കം മുതൽ തന്നെ അന്ന് RSSൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രചാരകൻ ദത്തേപാന്ത് ഠെങ്ഡി 42 വന്ന് കേന്ദ്രീകരിച്ച സ്ഥലമാണ് ഈ തലശ്ശേരി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 3 M ആണ് തലശ്ശേരിയിൽ RSS കണ്ടിട്ടുള്ളത്. ആ 3 M എന്തൊക്കെയാണെന്ന് സുജിയ പാർവതിക്ക് അറിയാമോ? 1 മിഷണറിമാർ, 2 മാർക്സിസ്റ്റുകൾ, 3 മുസ്ലിങ്ങൾ. അപ്പോൾ തലശ്ശേരി നഗരത്തിൽ മുസ്ലിങ്ങളുണ്ട്, അതിൻ്റെ ചുറ്റുവട്ട പ്രദേശത്തിൽ ഹിന്ദുക്കളുണ്ട്. അപ്പോൾ തലശ്ശേരിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ച് അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം 40കളുടെ മുമ്പിൽ തന്നെ യഥാർത്ഥത്തിൽ RSSനുണ്ടായിരുന്നു. അങ്ങനെയാണ് 70കളിൽ 71 തലശ്ശേരി സംഘർഷം ഉണ്ടാകുന്നത്. ഈ രാജ്യത്ത് മറ്റെവിടെയും സംഘർഷം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ തലശ്ശേരി പോലുള്ളൊരു സ്ഥലത്ത് സംഘർഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, അത് വെറും വർഗീയ സംഘർഷം മാത്രം, വർഗീയ കലാപം മാത്രമല്ല. 70കളിൽ വർഗീയ കലാപം. അതിനു മുമ്പ് ഈ ശിവസേനയുടെ മഹാരാഷ്ട്രയിൽ ഈ ആളുകളെ ഫിസിക്കലായി കൊല്ലുക എന്ന് പറഞ്ഞിട്ട്, നമുക്കറിയാലോ മുംബൈയിലും മഹാരാഷ്ട്രയിലും ഒക്കെ എങ്ങനെയാണ് ട്രേഡ് യൂണിയനുകൾ ഇല്ലാതായിട്ടുള്ളത്. ഫിസിക്കലായി അറ്റാക്ക് ചെയ്യുക, ട്രേഡ് യൂണിയൻ നേതാക്കളെ
കത്തി കൊണ്ട് കുത്തിക്കൊന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന തലശ്ശേരി കേരള മേഖലയിൽ RSS കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ പറയുന്ന സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴൊക്കെ ജനസംഘത്തിന് BJPക്ക് ദേശീയ തലത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരുന്നു, അതിനെ തുടർന്ന് ആ മേഖലയിൽ സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊന്നും നമ്മൾ ഉപരിപ്ലവമായി കണ്ടാൽ പോരാ, അതിനപ്പുറത്തേക്ക് ഇത്തരം അജണ്ട വെച്ചുകൊണ്ടുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. ആ അജണ്ട വെച്ചുകൊണ്ടുള്ള സംഘർഷങ്ങളിൽ തന്നെയാണ് ഈ പറയുന്ന പാനൂരിൽ, പൊയിലൂർ മേഖലയിലൊക്കെ തന്നെയും വിവിധ ഘട്ടങ്ങളിലായി സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അവിടെ അത്തരം സംഘർഷം ഇപ്പോൾ CPM പോലുള്ളൊരു ഇപ്പോൾ ഇപ്പോഴും അവിടെ ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പാലക്കാട്ടുകാരന് വന്ന് വടകരയിൽ മത്സരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ്. മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ RSS കെട്ടിപ്പടുക്കിയത് അതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിന് കൃത്യമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തലശ്ശേരിയിൽ CPM ഇടതുപക്ഷ സംഘടനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ പറയുക, ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് ആഴമുള്ള ഉള്ളടക്കമുണ്ട്. ആ ആഴമുള്ള ഉള്ളടക്കത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, നമ്മുടെ ചോദ്യം ക്രിമിനലുകളെ ഒരു ക്രിമിനലല്ല, അവർ രക്തസാക്ഷികൾ തന്നെയാണ്. ശരി ശരി. Meet the editors.